ഇപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല. ഞാൻ എന്റെ മകന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവദേക്കർ സംസാരിച്ചിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ? നിങ്ങൾ അതൊക്കെ അടിവരയിട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ. ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ? അടിവരയിട്. ആര് പറഞ്ഞു? അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അത് 6.5 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 22 പ്രാവശ്യം രജിസ്ട്രിയിലും 38 പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ്. CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴേ പറഞ്ഞാണ്. ധാരണയുടെ ഭാഗമാണ്. പിന്നെ അതെങ്ങനെ അടഞ്ഞ അധ്യായം? സുപ്രീം കോടതിയുടെ മുമ്പിൽ CBI ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അധ്യായമാണ്? തൃശ്ശൂർ കിട്ടിയില്ലെങ്കിൽ ആ ധാരണയൊക്കെ മാറിയില്ല. അല്ല, അത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തമ്മിലുള്ള ധാരണ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എല്ലാ വാർത്ത എഴുതി, നിങ്ങൾ പാവങ്ങളാണ്. മാസപ്പടിയിൽ ED പിടിമുറുക്കുന്നു. പിടിമുറുക്കിയത് അതിനല്ല, ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിടി മുറുക്കുന്നത്. നമ്മളതറിയാതെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതി, നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ED പിടിമുറുക്കി ഇപ്പൊ ശരിയാക്കും. കരുവന്നൂരിൽ ED പിടിമുറുക്കുന്നു, മാസപ്പടിയിൽ ED പിടിമുറുക്കും. ഇപ്പൊ പിടിമുറുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഒരാൾക്ക് പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ പുതിയതായിട്ട്. അത് തന്നെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ ചോദിച്ചപ്പോൾ ഒഫൻഡഡ് ആയി? അല്ല, അദ്ദേഹം പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം. മനസ്സിലായി? ഞാൻ പണ്ട് ആകാശവാണി വിജയൻ എന്ന് പേരിട്ടതുകൊണ്ടാണ്. ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ? റേഡിയോയോട് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, കേട്ടിട്ട് പോകാൻ തിരിച്ച്. മനസ്സിലായില്ലേ? അത് സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാലോ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂടാവുക. പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? കഥ തീർന്നില്ലേ?